നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ കുറെ നാളായിട്ട് എല്ലാവരും കമന്റ് ചെയ്യുന്ന കാര്യമാണ് ഇമ്പോർട്ടന്റ് ഗവൺമെന്റ് സ്കീംസിന്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. സോ നിങ്ങൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പോലെ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീമാണ്. അതായത് ജലജീവൻ മിഷൻ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കീം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മുന്നോട്ടുള്ള ഒറ്റയടി സീരീസിന്റെ ആദ്യത്തെ വീഡിയോ പോയിട്ടുള്ളത് ജലജീവൻ മിഷൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗവൺമെന്റ് സ്കീമുകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഏറ്റവും പുതിയ നമ്മുടെ ബാച്ചായ SSC റെഗുലർ ബാച്ചിന്റെ കാര്യമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. 5999 ആണ് നമ്മുടെ ബാച്ച് ഫീസ് എന്ന് പറയുന്നത്. സോ 2026 വരാൻ പോകുന്ന SSC കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടിയുള്ള ഒരു കോഴ്സാണ് നമ്മുടെ SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള കണ്ടന്റ് ഈ ബാച്ചിൽ കവർ ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് SSCയുടെ അണ്ടറിൽ വരുന്ന 2026 എല്ലാ സിലബസും ഈ ഒരു ബാച്ചിൽ വഴി കവർ ചെയ്യാവുന്നതാണ്. കാരണം സിലബസ് നോക്കുമ്പോൾ എല്ലാത്തിനും സെയിം സിലബസ് ആണല്ലേ, പക്ഷെ ആകെ ഡിഫറൻസ് വരുന്ന എന്താണ്, ക്വസ്റ്റ്യനിൽ വരുന്ന ഡിഫിക്കൽട്ടി ലെവലിലാണ് വ്യത്യാസം. സോ ഏറ്റവും ബേസ് മുതൽ അഡ്വാൻസ് വരെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എല്ലാ എക്സാംസും കവറായി, അത്രയേ ഉള്ളൂ കാര്യം. സോ നമ്മുടെ ബാച്ച് ഫീ 5999 ആണ് വരുന്നത്. 500+ hours ഓഫ് ലൈവ് ക്ലാസ്സുകൾ, 2 hours ആണ് ഡെയിലി ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. 6 days നിങ്ങൾക്ക് വീക്ക്ലി ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷനും സമയം, അതായത് 2026 ആകുമ്പോഴത്തേക്കും ഫുൾ കണ്ടന്റ് പഠിക്കാനും എല്ലാ കാര്യങ്ങളും നന്നായി റിവൈസ് ചെയ്യാനുമുള്ള സമയം ലഭിക്കുന്നതാണ്. സോ ഇപ്പോൾ സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 8 വരെ നമ്മുടെ സൈലം SSCയുടെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ റെയിൽവേയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കോഴ്സുകൾക്കും 10% ഓഫർ ഉള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സോ ഇപ്പൊ തന്നെ ബാച്ചിലേക്ക് എൻറോൾ ചെയ്യുക, പറ്റിയ സമയമാണിത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലേക്ക് പോകുന്നതിന് ഒറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ കറണ്ട് അഫയേഴ്സ്, അതായത് കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്നാണ് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര്. സോ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക്, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക്, യൂട്യൂബ് നോട്ട്സുകൾക്ക് നിങ്ങൾക്ക് ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ പ്ലീസ് സെർച്ച് കറണ്ട് അഫയേഴ്സ് വിത്ത് അനു ഇൻ ടെലിഗ്രാം ആൻഡ് ജോയിൻ. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഗവൺമെന്റ് സ്കീമിലേക്ക് നമുക്ക് പോകാം. പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന. നമ്മുടെ ബജറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഗവൺമെന്റ് സ്കീമുകളെല്ലാം തന്നെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന PMDKY, അതായത് യൂണിയൻ ബജറ്റ് 2025-26 അനൗൺസ് ചെയ്തിട്ടുള്ളതാണ് പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക, ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് വളരെ കുറവ് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, വിള വൈവിധ്യമുള്ള വളരെ കുറവ് വിളകൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരിക, അവിടെയുള്ള ക്രെഡിറ്റ് ആക്സസ് കൂട്ടുക. അതായത് ഒരു ലോൺ എടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും ലോൺ എടുക്കാൻ പറ്റാത്ത കുറെ റൂറൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലേ, അപ്പോൾ അവിടെ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ കൂട്ടുക, ലോൺ ആക്സസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആക്സസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന വന്നിട്ടുള്ളത്. സോ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, വിള വൈവിധ്യം അല്ലെങ്കിൽ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇംപ്രൂവ് ചെയ്യുക വഴി, അതായത് ക്രെഡിറ്റ് ആക്സസ് കൂട്ടുക. ഇതാണ് പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജനയുടെ പ്രധാനപ്പെട്ട ഒരു ക്രക്സ് എന്ന് പറയുന്നത്. 2025 ആണ് ലോഞ്ച് ഇയർ. സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഇപ്പോൾ 10 year ഓൺഗോയിങ് 10 year ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇതിലേക്കായിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. PMDKY 100ഓളം ഡിസ്ട്രിക്റ്റുകളെയാണ്, 100 ഡിസ്ട്രിക്റ്റുകളെ, അതായത് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ കുറവുള്ള, നമ്മുടെ ക്രോപ്പ് ഇന്റൻസിറ്റി വളരെ കുറവുള്ള 100ഓളം ഡിസ്ട്രിക്റ്റുകളാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോ പ്രൊഡക്ടിവിറ്റി ഉള്ള, മോഡറേറ്റ് ക്രോപ്പ് ഇന്റൻസിറ്റി ഉള്ള, ലിമിറ്റഡ് ക്രെഡിറ്റ് ആക്സസ് ഉള്ള 100ഓളം ഡിസ്ട്രിക്റ്റുകളെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇവിടേക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, അതുവഴി അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈം മിനിസ്റ്റർ ധനധാന്യ കൃഷി യോജനയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. റെഡി?
അപ്പൊ നമ്മുടെ അടുത്ത സ്കീം എന്ന് പറയുന്നത് റൂറൽ പ്രോസ്പെറിറ്റി ആൻഡ് റെസീലിയൻസ് പ്രോഗ്രാം ആണ്. അതായത് യൂണിയൻ ബജറ്റ് 2025-26 മെൻഷൻ ചെയ്തിട്ടുള്ള സ്കീമാണ് റൂറൽ പ്രോസ്പെരിറ്റി ആൻഡ് റെസീലിയൻസ് സ്കീം എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക, സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, അതായത് കൃഷി രീതികൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സുസ്ഥിര വികസനമുള്ള കൃഷി രീതികൾ കൊണ്ടുവരിക. അതുകൂടാതെ തന്നെ കർഷകരുടെ ഇടയിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ റൂറൽ ഏരിയയിലേക്ക് വരെ ക്രെഡിറ്റ് ആക്സസ് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു നമ്മുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ലോഞ്ച് ഇയർ 2025 ആണ്. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്, 10 ഇയർ ഓൺഗോയിങ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. മെയിൻ ഫോക്കസ് വരുന്നത് ഒരു സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ക്രിയേറ്റ് ചെയ്യുക, ക്ലൈമറ്റ് റെസീലിയന്റ് ആയിട്ടുള്ള സീഡുകൾ കൊണ്ടുവരിക. അതായത് വേനൽക്കാലത്ത് നമ്മളൊരു സീഡ് നട്ടാൽ അത് മഴക്കാലത്തും എന്ത് ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണം അല്ലെ. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് റെസീലിയന്റ് ആയിട്ടുള്ള സീഡ് വെറൈറ്റീസ് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ആത്മനിർഭരത മിഷൻ ഇൻ പൾസസ് എന്ന് പറയുന്നത്. സോ 1000 കോടി രൂപയാണ് ബജറ്റ് 2025-2026 ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതൊരു 6 വർഷത്തെ മിഷൻ ആണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ പൾസുകൾ അല്ലെങ്കിൽ ധാന്യവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് നന്നായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലെ. കാരണം പൾസുകൾക്ക് ഭയങ്കര മെയിൻ്റനൻസ് ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ നെല്ല് കൃഷി ചെയ്യുന്നു, പച്ചക്കറി കൃഷി ചെയ്യുന്നു, പിന്നീട് പൾസസ് കൃഷി ചെയ്യുന്നു. പച്ചക്കറിക്കും നെല്ലിനും വേണ്ട അത്രയും ഒരു കെയർ ആർക്ക് വേണ്ട, ധാന്യവർഗ്ഗങ്ങൾക്ക് ആവശ്യമില്ല. അത് കൂടാതെ തന്നെ ഒരു ഡ്രൈ കണ്ടീഷനിലും ഇത് വളരുന്നതാണ്. ഭയങ്കരമായിട്ട് ഇറിഗേഷന്റെ അല്ലെങ്കിൽ ജലസേചനത്തിന്റെ ആവശ്യം പൾസിനില്ല. സോ ആത്മനിർഭരത മിഷൻ ഫോർ പൾസസിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പൾസ് കൺസ്യൂം ചെയ്യുന്നതും. അപ്പോൾ സെൽഫ് സഫീഷ്യൻസി ഇൻ പൾസ് പ്രൊഡക്ഷൻ, അതായത് തുർദാൽ, ഉർദാൽ, മസൂർ ദാൽ, ഈ 3 ദാലുകളുടെയും പ്രൊഡക്ഷനിൽ, തുർദാൽ, ഉർദാൽ, മസൂർ ദാൽ എന്നീ ദാലുകളുടെ പ്രൊഡക്ഷനിൽ സെൽഫ് സഫീഷ്യൻസി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഏതൊക്കെ ദാലുകളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തുർദാൽ, ഉർദാൽ ആൻഡ് മസൂർ ദാൽ, മറന്നു പോകരുത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ലോഞ്ച് ഇയർ 2025 ആണ്. 10 ഇയർ വരുന്നത് 6 ഇയേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഉല്ലാസ് സ്കീം, അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ, അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നുള്ളതാണ് ഉല്ലാസ് സ്കീമിന്റെ ലക്ഷ്യം വരുന്നത്. നവഭാരത് സാക്ഷരതാ കാര്യക്രമിന്റെ അടിസ്ഥാനത്തിൽ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ആണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു സെൻട്രലി സ്പോൺസേഡ് ഇനീഷ്യേറ്റീവ് ആണ്. അതായത് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള ഒരു സ്പോൺസേഡ് ലിറ്ററസി പ്രോഗ്രാം ആണ്. എന്തെന്ന് പറഞ്ഞത് സെൻട്രലി സ്പോൺസേഡ് ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു ലിറ്ററസി പ്രോഗ്രാം ആണ് ഉല്ലാസ് സ്കീം എന്ന് പറയുന്നത്. അതായത് 15 വയസ്സിന് മുകളിലുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ മിസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഈ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അഡൾട്ട്, അതായത് 15 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയും അഡൾട്ടിനെയും സ്കൂൾ വിദ്യാഭ്യാസവും ബേസിക് ന്യൂമറസ് സ്കിൽസും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുക, ബേസിക് സ്കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉല്ലാസ് സ്കീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ 2002 ആണ് ലോഞ്ച് ഇയർ. അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്. ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഫുള്ളി ഫങ്ഷണൽ ഡിജിറ്റൽ ലിറ്ററസി ഉള്ള ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് എന്ന് ഓൾറെഡി വന്നു കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്കീം, സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. 10 ഇയർ വരുന്നത് 2022-23 മുതൽ 2026-27 വരെയാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഫുൾ ഫങ്ഷണൽ ലിറ്ററസി നേടിയിട്ടുള്ള ഉല്ലാസ് സ്കീം പ്രകാരം ഫുൾ ഫങ്ഷണൽ ലിറ്ററസി നേടിയിട്ടുള്ളത് ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ടു അഡൾട്ട് ഹൂ മിസ്ഡ് ഫോമൽ സ്കൂളിംഗ്. അവരുടെ ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, ഫിനാൻഷ്യൽ ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി ഇംപ്രൂവ് ചെയ്യുക, വൊക്കേഷണൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഫൗണ്ടേഷണൽ ലിറ്ററസി, ഫൗണ്ടേഷണൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്.
15 വയസ്സിനും അതിന് മുകളിലോട്ടുമുള്ള ആൾക്കാർക്ക്, അഡൾട്ട്സിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് സ്കീമാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്ന് പറയുന്നത്. അതായത് ബൊവൈൻ ബ്രീഡ്സിൽ വരുന്ന പശുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ രാഷ്ട്രീയ ഗോകുൽ മിഷൻ എയിം ടു കൺസേർവ് ഡെവലപ്പ് ഇൻഡിജീനിയസ് ബൊവൈൻ ബ്രീഡ്സ്. അപ്പോൾ ബൊവൈൻ ബ്രീഡുകളുടെ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇംപ്രൂവ് ജനറ്റിക് ക്വാളിറ്റി, അതായത് ബൊവൈൻ ബ്രീഡുകളുടെ ജനറ്റിക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, മിൽക്ക് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുക, അതായത് സയന്റിഫിക് മെത്തേഡുകളിലൂടെ ഇതിന്റെ മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതും സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. വാട്ട് ഈസ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം? സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 2 ടൈപ്പാണ് ഉള്ളത്. അതായത് ഗവൺമെന്റ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീം ഉണ്ട്, സെൻട്രൽ സെക്ടർ സ്കീം ഉണ്ട്, സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഫണ്ടിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. സെൻട്രൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 100% ഫണ്ടിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഇനി സെൻട്രലി സ്പോൺസേർഡ് സ്കീം 2 ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നോർമൽ കാറ്റഗറി സ്റ്റേറ്റുകളാണെങ്കിൽ 60:40 എന്നുള്ള രീതിയിലാണ് ഫണ്ടിങ് പാറ്റേൺ വരിക. 60% ഓഫ് ദ മണി സെൻട്രൽ ഗവൺമെന്റും 40% ഓഫ് ദ മണി സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് പ്രൊവൈഡ് ചെയ്യുക. ഇനി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളാണെങ്കിൽ 90:, അതായത് ജമ്മു ആൻഡ് കാശ്മീർ പോലെയുള്ള നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ പോലെയുള്ള സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകളാണെങ്കിൽ 90:10 എന്നുള്ളതാണ് ഫണ്ടിങ് പാറ്റേൺ. 90% ഓഫ് ദ മണി കൊടുക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റും 10% സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. ആക്ച്വലി അതാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുന്നത്. സോ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ആണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ബൊവൈൻ ബ്രീഡിന്റെ ജനറ്റിക് ക്വാളിറ്റിയുള്ള ബ്രീഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വരുന്നത്. നെക്സ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു സ്കീമാണ് നമോ ഡ്രോൺ ദീദി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ നമോ ഡ്രോൺ ദീദി സ്കീം എന്ന് പറയുന്നത് വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ എംപവർ ചെയ്യുന്നതിന്, അതായത് അഗ്രികൾച്ചറൽ പ്രാക്ടീസസുകൾ, നമുക്കറിയാം ഇത്ര ഒരു ഏരിയയിൽ എന്തുണ്ട്, നമ്മുടെ നെൽകൃഷി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ കൊണ്ടുപോയി വളം ഇങ്ങനെ വിതറി ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വളം നമ്മളിങ്ങനെ തെളിക്കുന്ന സമയത്ത്, ഒരു ഫെർട്ടിലൈസർ തെളിക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തേക്കും യൂണിഫോം ആയിട്ട് വളം എത്തണമെന്നില്ല അല്ലേ? അപ്പോൾ ഇത് ഏറ്റവും അടിപൊളിയായിട്ട് എങ്ങനെയാണ് ഈക്വലി എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ സാധിക്കുക? ഒരു ഡ്രോണിന്റെ മുകളിൽ ഡ്രോൺ വെച്ച് തെളിക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഈക്വലി സ്പ്രേ ചെയ്യാൻ നമുക്ക് സാധിക്കും അല്ലേ? അപ്പോൾ അവിടെയാണ് നമോ ഡ്രോൺ ദീദി സ്കീം വരുന്നത്. സോ ഈ ഫെർട്ടിലൈസേഴ്സ് എല്ലാം ഡ്രോൺ വഴി, അതായത് ഫെർട്ടിലൈസേഴ്സ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വിളകൾക്ക് ഈ ഫെർട്ടിലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഡ്രോൺ ദീദി പ്രോഗ്രാം. സോ അതിനു വേണ്ടി വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ പ്രാപ്തരാക്കുക. ഡ്രോൺ ഉപയോഗിച്ച് ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നതിനായിട്ട് ഈ വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വരുന്നത്. So the main purpose is to enhance women participation in modern agriculture through drone operation, thereby improving efficiency in tasks like spraying fertilizers and pesticides. ഓക്കെ, ഇപ്പോൾ 2023 ആയിരുന്നു ലോഞ്ച് ഇയർ. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. മിനിസ്ട്രി വരുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. ഓക്കെ, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് ഡ്രോൺ ഉപയോഗിക്കേണ്ട ട്രെയിനിങ് നൽകുകയും അതിനുശേഷം ഇവർക്ക് ഡ്രോൺ പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അതായത് വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഈ ട്രെയിനിങ് നേടിയിട്ടുള്ള ഒരു ആൾക്ക് പോയി വളം ഇട്ട്, അതായത് ഫെർട്ടിലൈസേഷൻ നടത്താവുന്നതാണ്, അല്ലെങ്കിൽ ഡ്രോൺ വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. സോ എലിജിബിലിറ്റി വരുന്നത് 18 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള ആൾക്കാണ്. 80% ഡ്രോൺ പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് 80% സബ്സിഡി, അപ് ടു 8 lakh വരെ 80% സബ്സിഡി കൊടുക്കുന്നതാണ്. 15 day ഒരു ഡ്രോൺ ഓപ്പറേഷന് വേണ്ടി 15 day ട്രെയിനിങ് കൊടുക്കുന്നതാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അതുകൂടാതെ തന്നെ ഓരോ ഡ്രോൺ ക്രീറ്റിനും 1 year വാറണ്ടി ഉണ്ടായിരിക്കുന്നതാണ്. 8 ലക്ഷം വരെ രൂപയ്ക്ക് 8% വരെ സബ്സിഡി ഉണ്ടാവുന്നതാണ്. സോ ഇവർക്ക് എന്ത് ചെയ്യാം, ഓരോ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ നിന്നും
ട്രെയിനിങ് നേടുകയും അതിനുശേഷം ഈ ഫെർട്ടിലൈസേഷൻ ആയിട്ട് ഇവർക്ക് പോകാനും പറ്റുന്നതാണ്. റെഡി. നെക്സ്റ്റ്, ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും, നമ്മുടെ ബജറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. യൂണിയൻ ബജറ്റ് 2025-26 മെൻഷൻ ചെയ്തിട്ടുള്ളതായിരുന്നു ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം എന്ന് പറയുന്നത്. അതായത് കുട്ടികൾക്ക് to enhance educational accessibility, providing digital textbook and study materials. അതായത് ഓരോ ലാംഗ്വേജസിലുമുള്ള വേരിയസ് ഇന്ത്യൻ ലാംഗ്വേജസിലുള്ള ടെക്സ്റ്റ് ബുക്കുകളും, അതായത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബുക്കുകൾ ഡിഫറെൻറ്റ് ഇന്ത്യൻ ലാംഗ്വേജസിൽ ഡിജിറ്റലി അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഭാരതീയ ഭാഷാ പുസ്തക് സ്കീമിന്റെ എയിം എന്ന് പറയുന്നത്. ലോഞ്ച് ഇയർ 2025 ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. ടെന്യർ ഇപ്പോൾ ഓൺഗോയിങ് ടെന്യർ ആണ്. ഫണ്ട് കൊടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇംപ്ലിമെന്റിംഗ് മിനിസ്ട്രി വരുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. മൾട്ടിപ്പിൾ ഇന്ത്യൻ ലാംഗ്വേജസിലുള്ള ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്കുകൾ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ പാരൻസിന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ലോഞ്ച് ഇയർ വരുന്നത് 2015 മിനിസ്ട്രി വരുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആൻഡ് ഓതറൈസ്ഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. അതായത് നമുക്ക് പോസ്റ്റ് ഓഫീസുകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കൊമേഴ്ഷ്യൽ ബാങ്കുകളിലും ഈ ഡെപ്പോസിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 8.2% ആണ് ഇതിന്റെ ഇൻട്രസ്റ്റ് വരുന്നത്. മിനിമം 250 രൂപയും 1,50,000 രൂപ, അതായത് 1 ലക്ഷം രൂപയാണ് മാക്സിമം ഇടാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റ് ടെന്യർ വരുന്നത് 15 വർഷമാണ്. അതിനുശേഷം അക്കൗണ്ട് മെച്യൂർ ആവുന്നത് 21 വർഷമാണ് എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, പെൺകുട്ടിയുടെ പഠനാവശ്യങ്ങൾക്കോ ഒക്കെ വേണ്ടി നമുക്ക് ഇടയിൽ വേണമെങ്കിൽ പൈസ എടുക്കാം. അത് പക്ഷെ പ്രീമച്യൂർ ക്ലോഷറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമിന്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഈ സുകന്യ സമൃദ്ധി അക്കൗണ്ടുകളൊക്കെ വന്നിട്ടുള്ളത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയും അതുവഴി പെൺകുട്ടികളെ സെൽഫ് റിലയന്റ് ആക്കുക എന്നുള്ളതാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതായത് 1000 ബോയ്സിന് 1000 ഗേൾസ് എന്ന് പറയുന്ന ആനുപാതികത്തിൽ കുറവ് വന്നതിന്റെ ഭാഗമായി പെൺകുട്ടികളുടെ സെക്സ് റേഷ്യോ വളരെ കുറയുന്നത് കണ്ടപ്പോൾ അതിന്റെ റീസൺ ഫീമെയിൽ ഫീറ്റിസൈഡ് ആണെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഈ സെക്സ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന സ്കീം വന്നിട്ടുള്ളത്. സോ 2015 ആയിരുന്നു ഇതിന്റെ ലോഞ്ച് എന്ന് പറയുന്നത്. It is aimed addressing gender imbalance and empowering girls through health, education and social awareness ആണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീമുകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേയധികം ഗവൺമെന്റ് സ്കീമുകളുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബാച്ചിന്റെ കാര്യവും ടെലിഗ്രാം ഗ്രൂപ്പിന്റെ കാര്യവും മറക്കരുത്. അപ്പോൾ ബൈ, സീ യു.